ഞങ്ങൾ പിരിച്ച ഫണ്ട് ഞങ്ങൾ മുക്കിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ച പോലെ ചോദ്യമാണ്. അതായത് അയ്യപ്പൻ്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞ് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന അവരുടെ പത്മകുമാർ അവരിപ്പോഴും പാർട്ടിയിലാണ്. ആ 1 കോടിയോളം രൂപയിൽ ഒരുപാട് പൈസ കാണാതായി. ആ കുട്ടികൾ തിന്നേണ്ട പൈസ ഈ സഖാക്കൾ വഴിമാറ്റി, വകമാറ്റി. അതാണതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ 9 ലക്ഷം രൂപയുടെ തിരിമറി തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നടന്നു. അതായത് 2 റെസീറ്റ് അടിച്ചു എന്നാണ്. ഒന്ന് വ്യാജ റെസീറ്റായിരുന്നു. 1 മാസത്തെ ശമ്പളമൊക്കെ ഒരു ജീവനക്കാരൻ കൊടുക്കണമെങ്കിൽ പാർട്ടിയോട് അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ആ ഫണ്ടിൻ്റെ കണക്കില്ല. പ്രഷർ ചെയ്ത് വാങ്ങും ചെയ്യും. എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. കാരണം CPM സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ വർഗശത്രുക്കളാണ്. അതായത് ഇവിടെ ലീഗുകാർ പിരിച്ചാൽ അത് പിന്നെ AKG സെൻറ്ററിലും പിന്നെ KT ജലീലിനെയൊക്കെ കണക്ക് ബോധിപ്പിച്ചിട്ട് ട്രാൻസാക്ഷൻ പുറത്തുവിടണം. പാർട്ടിക്കകത്ത് ആരെങ്കിലും പൈസ മുക്കിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി അന്വേഷിക്കും, പാർട്ടിയിൽ ബോധ്യപ്പെടുത്തും. അതൊന്നും പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഈ കേരളത്തിലെ സകല രാഷ്ട്രീയ പാർട്ടികളോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പേരാണ് CPM. പ്രത്യേകിച്ച് ഈ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഏറ്റവും റീസെൻ്റായിട്ട് വയനാട്ടിൽ മുസ്ലിം ലീഗ് 100ഓളം വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, 100ലേറെ വീടുകൾ. അതിൻ്റെ കണക്കുകൾ പബ്ലിക്കായിട്ട് ഒരു മൊബൈൽ ആപ്പ് വഴി പിരിച്ചതാണ്. അത് ആപ്പിൽ കൃത്യമായിട്ടുണ്ട്. എന്നാലും ആ കണക്കൂടെ ഈ കണക്കൂടെ അങ്ങനെ സുനാമി ഫണ്ട്, കത്വ ഫണ്ട്, അങ്ങനെ എല്ലാത്തിനും കണക്ക് ചോദിക്കും. നമ്മളെ എല്ലാ കണക്കുകളും പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് താനും. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കേരളം ചർച്ച ചെയ്തത് CPMൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കൽ വരെ ഉണ്ടായി. ആ ഒരു ഇൻസിഡൻ്റാണ്. അദ്ദേഹം കണക്ക് ചോദിച്ചു എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് നിരന്തരം ചോദിച്ചിട്ട് കണക്ക് കിട്ടിയില്ല എന്നല്ല, പൊരുത്തക്കേടായിരുന്നു. ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ വിരിച്ചതിൻ്റെ കണക്ക് ഞങ്ങളെ പാർട്ടിയിൽ പറയും, നിങ്ങളത് അന്വേഷിക്കേണ്ടതെന്ന്. അപ്പോൾ CPMന് മാത്രം കിട്ടുന്നൊരു പ്രിവിലേജാണത്. അതെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? പഴയൊരു മുദ്രാവാക്യമുണ്ട്, ഞങ്ങളെ പോലീസ് ഞങ്ങളെ തച്ചാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ്. അതുപോലെ ഞങ്ങൾ പിരിച്ച ഫണ്ട് ഞങ്ങൾ മുക്കിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന് ചോദിച്ച പോലെ ചോദ്യമാണ്. അതായത് കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം CPMൻ്റെ തലമുതിർന്നൊരു നേതാവാണ്. പയ്യന്നൂരിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ CPMൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർക്കാവണമെങ്കിൽ ചെറിയൊരു പാരമ്പര്യം പോരാ. അത്രയും പാരമ്പര്യമുള്ള ഒരാൾ അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണത്തിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാതെ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അതായത് പാർട്ടി പിരിച്ച ഫണ്ട് തിരിമറി നടത്തി എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം. ഇവിടെ അതേ സ്ഥാനത്ത് ഇപ്പോൾ സ്വർണം കട്ടു എന്ന്, അതായത് അയ്യപ്പൻ്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞ് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ അവരിപ്പോഴും പാർട്ടിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു വിസ്മയം ഈ പാർട്ടിക്കുണ്ട്. അതായത് വിസ്മയം എന്ന് പറയാൻ പാടില്ല എന്ന് CPM ഇപ്പോൾ പറയുന്നുണ്ട്. അത് താലിബാൻ ഇസ്ലാമിസ്റ്റ് ചിന്തയാണെന്നൊക്കെയാണ്. അപ്പോൾ ഇതൊരു ഐറണിയാണ്, അതായത് വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാകേഷ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് കണക്ക് പാർട്ടിയിൽ ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തിയാൽ മതി എന്നാണ്. അവിടെയാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി. അതായത് ഇപ്പോൾ പാർട്ടികൾ പിരിക്കുന്ന കണക്ക് പാർട്ടിക്കാരെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയെങ്കിൽ, ഇപ്പോൾ ഒരു കണക്ക് നോക്കി യന്ത്രമുണ്ട് ഇവിടെ, കണ്ണടയൊക്കെ ശരിയാക്കി കണക്ക് നോക്കി ഒരു യന്ത്രമുണ്ട്, KT ജലീൽ. അപ്പം അദ്ദേഹം ഈ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നോക്കുകയായിരുന്നു. മണിക്കൂർ ഇടവിട്ട് ലീഗിൻ്റെ വരവ് ചെലവ് കണക്ക് നോക്കുന്ന KT ജലീൽ നമ്മുടെ ഇതുവരെ ആയിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന ഓഡിറ്ററാണ്. അതെ. ഞാൻ നോക്കുന്നുണ്ട് അവിടെ സംഗതികൾ വരുന്നു. അതെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫണ്ടിൻ്റെ വലിയ തോതിലുള്ളൊരു തിരിമറിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ 2016 ജൂലൈ 11 ധനരാജ് എന്ന് പറയുന്ന CPMൻ്റെ പ്രവർത്തകൻ RSSകാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം അനാഥമായി. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫണ്ട് കളക്ഷൻ നടത്തും. അപ്പോൾ ധനരാജനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ അത്യാവശ്യം പിന്നെ ജനകീയനായിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് കിട്ടി. ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ട് 1 കോടിയോളം രൂപ കിട്ടി. ആ 1 കോടിയോളം രൂപയിൽ
പിന്നെ ഫ് ഒരുപാട് പൈസ കാണാതായി. അതാണ് ഇപ്പോഴത്തെ വിഷയം. ഉദാഹരണം പറയാം. ഇപ്പം എങ്ങനെയാണ് ഈ കണക്ക് എന്നുള്ളത്. ഇപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടി ഒരു 25,00,000 കൊടുത്തു. അതുപോലെ തന്നെ ഭാര്യയുടെയും 2 മക്കളുടെയും പേരിൽ പിന്നെ 5,00,000 വീതം. അപ്പോൾ ഭാര്യ 2 മക്കൾ 15,00,000. അമ്മയുടെ പേരിൽ 2,00,000. അല്ല 3,00,000. അപ്പോൾ 18,00,000. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഒരു 43,00,000. പിന്നെ ഒരു 42,00,000 ബാക്കിയുണ്ടായിരുന്നു. ആ പൈസ എന്ത് ചെയ്തു? നേതാക്കന്മാർ അവരുടെ പേരിൽ ബാങ്കിലിട്ടു. ഈ പണം പിന്നീട് പിൻവലിക്കപ്പെട്ടു. അവിടെയാണ് വിഷയം. സഹകരണ ബാങ്കിലായിരിക്കും. അത് ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് ആകെ ബാക്കിയുള്ളത് 26,000 രൂപ. അതാണ് പാർട്ടിയുടെ കണക്ക്. അതായത് ഈ കുട്ടികളുടെ പേര് പറഞ്ഞ് പിരിച്ച പണം എങ്ങനെ നോക്കിയാലും അവർക്ക് അവകാശപ്പെട്ടതാണ്. അതിന്ന് ഒരു രൂപ പോലും വകമാറ്റാൻ പാടില്ല. പാർട്ടി ഓഫീസിനാകട്ടെ വേറെ ഏത് കാര്യത്തിനാവട്ടെ. ഒന്നുകിൽ ആ കേസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കണം, അതല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ആ കുട്ടികൾ തിന്നേണ്ട പൈസ ഈ സഖാക്കൾ വഴിമാറ്റി, അതാണ് വകമാറ്റി. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതായത് രക്തസാക്ഷി ഫണ്ടിൽ ഒരു 46 ലക്ഷത്തോളം രൂപ വകമാറ്റി. അവിടെ നിന്നില്ല, കേസ് അവിടെ നിന്നില്ല. ഓഫീസ് നിർമ്മാണം 72 ലക്ഷം രൂപ ആണ് തിരിമറി നടത്തിയത്. അതായത് ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി സമാഹരിച്ച ഫണ്ടിൻ്റെ കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. മറ്റൊന്ന്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 60 ലക്ഷത്തോളം രൂപ ഫണ്ട് പിരിച്ചു രസീറ്റ് അച്ചടിച്ചിട്ട്. അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വരെ തിരിമറി നടത്തിയെന്നാണ്. ഇപ്പോൾ 9 ലക്ഷം രൂപയുടെ തിരിമറി തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നടന്നു. അതായത് റെസീറ്റ് 2 റെസീറ്റ് അടിച്ചു എന്നാണ്. ഒന്ന് വ്യാജ റെസീറ്റായിരുന്നു. അതായത് സാധാരണ നമ്മളൊരു പിരിവ് നടത്തുമ്പോൾ ഒരൊറ്റ റെസീറ്റ് ഉണ്ടാവുള്ളൂ. 2-3 റെസീറ്റുകൾ ഒരു പിരിവിനുണ്ടാവില്ല. ഇതിലൊരു റെസീറ്റിൽ ഇടത് പക്ഷം എന്നാണ്, ചന്ദ്രക്കലയാണ്. മറ്റൊന്നിൽ ഇടതു പക്ഷമാണ്, ഉകാരാണ്. ഇത് 2 റെസീറ്റ്. അതായത് ഈ റെസീറ്റിൽ തന്നെ വ്യത്യാസമുണ്ട്, അതല്ലെങ്കിൽ ഇതിനകത്ത് തിരിമറി നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ ഓഫീസ് നിർമ്മാണ ഫണ്ടിലേക്ക് സഹകരണ വകുപ്പ് ജീവനക്കാർ 1 മാസത്തെ ശമ്പളം കൊടുത്തിട്ടുണ്ട്. 1 മാസത്തെ ശമ്പളമൊക്കെ ഒരു ജീവനക്കാരൻ കൊടുക്കണമെങ്കിൽ പാർട്ടിയോട് അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ആ ഫണ്ടിൻ്റെ കണക്കില്ല. പ്രഷർ ചെയ്ത് വാങ്ങും ചെയ്യും. അത് വേറെ കാര്യം. അപ്പോൾ ആ ഫണ്ടിൻ്റെ കണക്ക് പോലും ഇതിനകത്തില്ല. അതായത് ഇതിൻ്റെ ആദ്യം ഇത് ഓഡിറ്റ് നടത്തിയ ഒരാൾ എന്നുള്ള നിലക്ക് ഈ കണക്കുകളെക്കുറിച്ച് പറയാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് പിന്നെ ഈ പറയപ്പെട്ട പുറത്താക്കപ്പെട്ട നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവ്. അദ്ദേഹം പറയുന്ന ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ വസ്തുതകൾ പിന്നെ പാർട്ടിയിൽ പല നിലക്കും അദ്ദേഹം അവതരിപ്പിച്ചു. ഇപ്പോൾ ഇ.പി. ജയരാജനോട് പറഞ്ഞു, പിണറായിയോട് പറഞ്ഞു, പിന്നെ പി ജയരാജനോട് പറഞ്ഞു. അതായത് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളോടും, ഗോവിന്ദൻ മാഷോട് വരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാർട്ടി കമ്മീഷനൊക്കെ നിയോഗിച്ചുവെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കണക്കൊന്നും അപ്പോഴും പുറത്തേക്ക് വന്നില്ല. അവസാനം പാർട്ടി എന്ത് ചെയ്തു? വാദിയെ പ്രതിയാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ പടക്കം പൊട്ടിച്ച് കൊലവിളി മുദ്രാവാക്യാണ്. അല്ല, അദ്ദേഹത്തിന്റെ ധൈര്യം സമ്മതിക്കണം. പയ്യന്നൂർ, കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് പാർട്ടിക്കെതിരെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് പറയുന്നത്. പ്രകടനം നടത്തിയ ഒരാളുടെ ബൈക്ക് കത്തിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ ഇപ്പോഴും കൊലവിളി മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ വർഗശത്രുക്കളാണ്. അതായത് ഈ ഇങ്ങനത്തുള്ള സത്യങ്ങളൊന്നും പുറത്ത് ചന്ദ്രശേഖരൻ കുലംകുത്തിയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ പാർട്ടിക്കകത്ത് തീർത്തും സുതാര്യമല്ലാത്ത രീതിയിൽ ഫണ്ട് കളക്ഷനുകൾ നടക്കുന്നു. ഫണ്ട് പിന്നെ ഇദ്ദേഹം പ്രധാനമായിട്ടും ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുള്ളത് മധുസൂദൻ MLA ആണ്. MLA ആണ് ഇതിൽ പ്രധാനമായിട്ടും ഫണ്ട് തിരിമറി നടത്തി എന്നാണ് പറയുന്നത്. പാർട്ടിക്ക് 50 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെവിടെ? ഈ ഒരൊറ്റ ചോദ്യമേ ആര് ചോദിച്ചിട്ടുള്ളൂ? കുഞ്ഞികൃഷ്ണൻ ചോദിച്ചിട്ടുള്ളൂ. അതിന് ഇപ്പോഴും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് മറുപടി പറയേണ്ട കാര്യമല്ല എന്നാണ് രാകേഷ് പറഞ്ഞത്. ചോദിക്കാൻ പാർട്ടി ഞങ്ങൾ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇത് CPM-ൽ മാത്രം അപ്ലിക്കബിൾ ആണ്. മറ്റുള്ളൊരു പാർട്ടിക്കും ഇത് ബാധകമല്ല. അതായത് ഇവിടെ ലീഗുകാർ പിരിച്ചാൽ അത് പിന്നെ AKG സെൻറ്ററിലും പിന്നെ KT ജലീലിനെയൊക്കെ കണക്ക് ബോധിപ്പിച്ചിട്ട് ട്രാൻസാക്ഷൻ കോൺഗ്രസ് പിരിച്ചാൽ അത് ചെയ്യണം.
പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതൊന്നും ബാധകമല്ല. ഞങ്ങൾ പാർട്ടി, അതായത് പാർട്ടി വധശിക്ഷ വിധിക്കും. അങ്ങനെയാണ് ഷുക്കൂറിനെ കൊന്നത്. അതെ, അതെ. വിചാരണ ചെയ്ത് ആ കൊന്നു. പാർട്ടിയാണ്. ഇപ്പോൾ ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. അതെ. അതായത് വധശിക്ഷ വിധിക്കുകയും വധത്തിന് ശേഷം പിന്നെ ആ കേസ് അന്വേഷിക്കുകയും ചെയ്യും പാർട്ടി. പിന്നെ പീഡനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനും പാർട്ടി എന്ത് ചെയ്യും? അത് പാർട്ടിയിൽ മാത്രമേ പരാതി പറയാവൂ. പാർട്ടിയിലേ പരാതി പറയാൻ പാടുള്ളൂ. പാർട്ടി അതിൽ എത്രത്തോളം തീവ്രത ഉണ്ടെന്ന് പിന്നെ മീറ്ററൊക്കെ വെച്ച് അളന്ന് പരിശോധിക്കും. അതെ, അതെ. എന്നിട്ട് വിധി പറയും. ഇപ്പോൾ ശ്രീമതി ഇവിടെ അടുത്ത് പറഞ്ഞത് ആ മീറ്റർ വെച്ചിട്ട് എന്നെ വേട്ടയാടുകയാണെന്ന് സോഷ്യൽ മീഡിയ. അപ്പോൾ അതുപോലത്തെ ഒരു കേസാണിത്. അതായത് പാർട്ടിക്കകത്ത് ആരെങ്കിലും പൈസ മുക്കിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി അന്വേഷിക്കും, പാർട്ടിയിൽ ബോധ്യപ്പെടുത്തും. അതൊന്നും പൊതുജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ 10 രൂപ പിരിച്ചാൽ ആ 10 രൂപയുടെ കണക്ക് ഞങ്ങളെ ബോധിപ്പിക്കണം. നിങ്ങളുടെ ഇരട്ടത്താപ്പ്, ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.